ജീവൻ പൊലിഞ്ഞു പോയവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കൊച്ചിയിൽ നിന്നുള്ള നേവി ഓഫീസർ ഹരിയാന സ്വദേശി വിനയ് നർവാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ദുഃഖകരമായ വാർത്തകളാണ് അവരെക്കുറിച്ച് വന്നുകൊണ്ടിരുന്നത്. വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ മാസം ആദ്യമാണ് വിവാഹിതരായത്. ഇപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ച് മധുവിധുകാലത്ത് തന്നെ സ്വന്തം ഭർത്താവ് തൻ്റെ കൺമുന്നിൽ ഭീകരാക്രമണത്തിനിരയാകുന്നത് കാണേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ വേദന. We should all be proud of him in every way. In every way. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ കണ്ണുനീരോടെ അല്ലാതെ കണ്ടു നിൽക്കാനാകുന്നില്ല ഈ കാഴ്ച. തീർച്ചയായും സ്മിത, 26 വയസ്സാണ് വിനയ് നർവാളിനത്. കൊച്ചിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. നേവി ഉദ്യോഗസ്ഥനായിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസം മാത്രമേ ആവുന്നുള്ളൂ. അവർ പുതിയ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ പ്രതീക്ഷകൾ, സന്തോഷം എല്ലാം കൊണ്ടാണ് കശ്മീരിലേക്ക് ഒരു യാത്ര പോകുന്നത്. ഹരിയാന സ്വദേശിയാണ് നിർവാൾ. ഭാര്യ ഹിമാൻഷിയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഇരുവരും വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി യാത്ര തിരിച്ചതാണ്. ജമ്മു കശ്മീരിലെത്തുന്നു. അവിടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രകൃതി ഭംഗി കൊണ്ട് ദൈവതുല്യമായി കണക്കാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു അതിമനോഹരമായ ഭൂപ്രകൃതി. അവിടെ ചെന്ന് വളരെ ശാന്തമായി സമാധാനത്തോടെ എല്ലാ മനുഷ്യരും സന്തോഷിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഭീകരർ വന്ന് പേര് ചോദിച്ച് വെടിയുതിർത്തത്. അങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ, അതായത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹിമാൻഷുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അവരുടെ മുന്നിൽ വെച്ചാണ് ഭർത്താവിനെ വെടിവെച്ച് ഭീകരർ കൊല്ലുന്നത്. ഇത് ഹിമാൻഷുവിൻ്റെ മാത്രം ഒരു അനുഭവമല്ല. മരിച്ചു വീണ ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. ജീവിതത്തിൽ പല പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റിവെച്ച് കുറച്ച് നല്ല നിമിഷം സന്തോഷിക്കാൻ വേണ്ടി പല പ്രായത്തിലുള്ള ദമ്പതികൾ, കുട്ടികൾ, അമ്മമാർ, അച്ഛന്മാർ, ഇങ്ങനെ എല്ലാവരും കുടുംബസമേതം വന്ന് സമയം ചെലവഴിക്കുന്നതിനിടെയാണ് ഈ തരത്തിലൊരു വലിയ ദാരുണമായ ആക്രമണം ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അതിൻ്റെ വേദന ഈ മരിച്ചു വീണ ആളുകളുടെ കുടുംബത്തിനും ഒന്നും ഒതുങ്ങുന്നതല്ല. അതിനപ്പുറത്തേക്ക് ആ വിവരമറിയുന്ന ഓരോ മനുഷ്യരുടെയും നെഞ്ചു പടയുന്നതാണ് ആ കാഴ്ചകൾ. ആ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ആക്രമണത്തിൽ തൊട്ടു പിന്നാലെ പുറത്തു വന്ന ദൃശ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ വെടിയുണ്ടയേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ വെടിയുണ്ട ജീവൻ എടുക്കാതെ മാറിപ്പോയെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെയൊക്കെ, അവരുടെ ഓർമ്മകളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സംഭവമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വേദനയിൽ നിന്ന് ആ മനുഷ്യരൊക്കെ എങ്ങനെ കരകയറും എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലൊന്നും നേരിട്ട് പങ്കെടുക്കാതിരിക്കുന്ന ആളുകളായിട്ട് പോലും നമുക്കൊക്കെ എത്രത്തോളം ഈ സംഭവം വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നേരിട്ട് അത് അനുഭവിക്കേണ്ടി വന്ന ആ മനുഷ്യരുടെ അവസ്ഥയൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതല്ല. ഏതായാലും ആ നാവികസേന ഉദ്യോഗസ്ഥന്, നമ്മുടെ രാജ്യത്തിനെ കാക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ആ ഒരു സൈനികന് ഇപ്പോൾ രാജ്യം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ആദരം അർപ്പിക്കുന്നത്. ഹരിയാനയിലേക്കാണ് അത് പിന്നീട് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയാണ് മറ്റു ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ദില്ലിയിലേക്കാണ് ആദ്യത്തെ മൃതദേഹങ്ങളുമായി വരുന്ന ആദ്യ വിമാനം ദില്ലിയിലേക്കാണ് എത്തുന്നത്. രാവിലെ 11:30യോടെയാണ് ശ്രീനഗറിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടത്. പിന്നാലെ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ കൂടി 2 സർവീസ് ഇന്ന് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്
ദിവസം 2 സർവീസുകൾ പ്രത്യേകമായി നടത്തുന്നുണ്ട്. ആ തരത്തിൽ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിക്കും. നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള രാമചന്ദ്രൻ്റെയും മൃതദേഹവും ഇന്ന് വൈകിട്ടോടെയാണ് എത്തിക്കുക. ഇപ്പോൾ അത് ദില്ലിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് വൈകിട്ട് 4 മണിയോടെയാണ് കൊച്ചിയിലേക്കുള്ള വിമാനം. അതിൽ പിന്നീട് 7:30 കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്നു. 8 മണിയോടെ അത് മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയും മറ്റ് ചടങ്ങുകളൊക്കെ അതിന് പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ കേരളത്തിലേക്കും ഈ മഹാദുരന്തത്തിൻ്റെ ബാക്കിയായി ചേതനേറ്റ ശരീരമായി രാമചന്ദ്രൻ്റെ മൃതദേഹം കേരളത്തിലേക്ക് കൂടി എത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വേദനിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. മഹാരാഷ്ട്രയിൽ 4 മനുഷ്യരാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര പോയ 4 പേരാണ് വെടിയേറ്റ് വീണ് ജീവൻ നഷ്ടമായത്. പല സംഘങ്ങളും പൻവേലിൽ നിന്ന് പോയ ഒരു കുടുംബം 32ഓളം ആളുകൾ ഉണ്ടായിരുന്ന ആ സംഘത്തിൽ അതിൽ 3 പേർക്ക് ഗുരുതരമായി വെടിയേറ്റു. അതിലൊരാൾ മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഡോംബിവലി, മുംബൈയിൽ നിന്ന് ഏറെ അകലെയല്ല, കല്യാൺ ഡോംബിവലി എന്ന മേഖല, അവിടെ 3 പേരാണ്, 3 സുഹൃത്തുക്കളാണ് വെടിയേറ്റ് മരിച്ചത്. അങ്ങനെ മഹാരാഷ്ട്രയുടെ വിവിധയിടങ്ങളിൽ പൂനെയിൽ നിന്നുള്ള ഒരാളുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് മുതൽ ഒഡീഷ മുതൽ ബീഹാറിൽ നിന്നും ഉള്ള ആൾ വരെ ഈ തരത്തിൽ കൊല്ലപ്പെട്ടു. അതായത് ഈ സമയം ഇതൊരു ടൂറിസ്റ്റ് സമയമാണ്. കശ്മീരിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന സമയമാണ്. കശ്മീരിൽ വലിയ സമാധാനമുണ്ട്. കശ്മീരിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, പ്രകൃതി ഭംഗിക്കപ്പുറത്തേക്ക് അശാന്തമായി നിൽക്കുന്ന ഒരു താഴ്വര എന്നുള്ള സങ്കല്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി വന്ന് കശ്മീരിലേക്ക് ആളുകൾ എത്തുകയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾ കശ്മീരിൽ പുലരുന്നത് കണ്ട് സന്തോഷിച്ചിരുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ആ സന്തോഷത്തിന് മുകളിലേക്കാണ് ഈ തരത്തിൽ ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടായത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ അവധിക്കാലത്ത് കശ്മീരിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ചിലരെങ്കിലും കശ്മീരിലേക്ക് ഈ അവധിക്കാലത്ത് പോയിട്ടുണ്ടാകും. കേരളത്തിൽ നിന്നടക്കം തിരുവനന്തപുരത്ത് നിന്നൊക്കെ നിരവധി പേർ പോയതായുള്ള വിവരങ്ങളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് പേർ, നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് പേർ അവിടെ ഉണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, വീണ്ടും വീണ്ടും ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത ഹൃദയഭേദകമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അത് ആ കാഴ്ച ഇതിങ്ങനെ കാണുന്നവർക്ക് തന്നെ അത് ഇത്ര വേദന ഉണ്ടാക്കുന്നെങ്കിൽ അത് അനുഭവിക്കുന്നവരുടെ നേരിട്ട് ഈ ഭീകരമായ ഈ കൊലപാതകങ്ങൾ, അത് സ്വന്തം ഭർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു മുറിവുണ്ട്. അത് ജീവിതകാലം മുഴുവനും ഉണങ്ങാത്ത മുറിവായി തന്നെ അവരിൽ അത് അവശേഷിക്കും.